നമ്മൾ ഏറെ വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലുമില്ലേ? ഒരു നിമിഷം അദ്ദേഹം നമ്മളെ വഞ്ചിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹദീസിൻ്റെ ഗ്രന്ഥം നോക്കിയപ്പോൾ കണ്ടൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നയാളുകൾ. അത് ഹൃദയം കടുത്തുപോയവരുടെ അടയാളത്തിൽ എണ്ണിവെച്ചതാണ്. രണ്ട് കൂട്ടുകാർ ഒരു ലക്ഷ്യത്തിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവർ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാട്ടിലൂടെ യാത്ര തുടരുകയാണ്. യാത്ര നീളവേ പെട്ടെന്നൊരു ഭാഗത്ത് വെളിച്ചം കാണുകയും അതിലേക്ക് ഓടിയടുക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്ന സമയം ഇവർ കണ്ട കാഴ്ച അത് സ്വർണമായിരുന്നു, കുറച്ചധികം സ്വർണം. പെട്ടെന്ന് ഒരു കൂട്ടുകാരൻ്റെ മനസ്സിലൊരു ചിന്ത വന്നുപോയി, ഇവനില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവനും എനിക്ക് സ്വന്തമാക്കാമായിരുന്നു. അങ്ങനെ അവിടെ ഒരു തന്ത്രം മെനയുന്നുണ്ട്. എനിക്ക് വല്ലാത്ത വിശപ്പ്, വിശന്നിട്ട് വയ്യ, നീ ഒന്ന് അങ്ങാടിയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവാ. ഇവൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി കൂട്ടുകാരൻ അങ്ങാടിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പോകുന്ന വഴിയിൽ അവനും ചിന്തിച്ചുപോയി, അവനില്ലായിരുന്നെങ്കിൽ എനിക്കിത് മുഴുവനും സ്വന്തമാക്കാമായിരുന്നു. അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങിക്കുന്നതിനോടൊപ്പം വിഷവും വാങ്ങിച്ച് ഈ ഭക്ഷണത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ അങ്ങാടിയിൽ നിന്നും കാട്ടിലൂടെ തിരിച്ചു വരുമ്പോൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഈ വരുന്ന കൂട്ടുകാരനെ മറ്റേ കൂട്ടുകാരൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നുണ്ട്. ഉടൻ തന്നെ വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഈ കൂട്ടുകാരൻ കൊണ്ടുവന്ന ഭക്ഷണം ധാരാളം വാരി വാരി തിന്നുന്നുണ്ട്. തിന്നു തീരുമ്പോഴേക്കും അദ്ദേഹവും മരണപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇതിൽ പഠിക്കാനേറെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ലക്ഷ്യത്തിലും സന്തോഷത്തിലും സ്നേഹിച്ച് നടന്ന കൂട്ടുകാർ ഇറങ്ങിത്തിരിച്ച യാത്രയിൽ സ്വർണത്തിൻ്റെ മിനുസവും പണത്തിൻ്റെ വലുപ്പവും ഒക്കെ കാണുമ്പോൾ കൂടെ നടന്നയാളെ മറന്നു പോകുന്നൊരവസ്ഥ ഇന്ന് ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരം ചിന്തകൾ മാറ്റി വന്ന വഴി മറക്കാതെ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം തരണം ചെയ്ത് നിങ്ങൾ ജീവിക്കാൻ സന്നിഹിതരായിരിക്കണം. ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല കൂട്ടുകെട്ട് ചേർത്ത് വെച്ച് ജീവിക്കുക. വീണ്ടും കാണാം.